ഇത് ഞാൻ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ തമിഴ് മൂവി ചെയ്തായിരുന്നു, സിംഗാരം. അതിൽ ഞാൻ നായകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ചുമരിൽ തൂക്കൂലേ, അതിനു വേണ്ടി എടുത്തൊരു ഫോട്ടോ ആണിത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തമിഴ് സിനിമയിൽ അഭിനയിച്ചപ്പം. അത് ഉടുമ്പൽപേട്ട പാഞ്ചാലി ഗ്രാമം, അവിടെ ഒരു 8-10 ദിവസം ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കേട്ടോ. ഇത് നമ്മുടെ വെങ്കടേഷ് സാറ്, നല്ല സ്വഭാവമാണ് കേട്ടോ. സിംഗാരത്തിലെ സംവിധായകൻ വെങ്കടേഷ് സാറ് എനിക്ക് സമ്മാനിച്ചതാണ്. എന്നോട് പറഞ്ഞു, ചേച്ചി ഈ ഫോട്ടോ ചേച്ചി കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചു. ഇത് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പിള്ളേർ വേറെ ഫോട്ടോ ഒന്നും എടുത്തു വയ്ക്കേണ്ട കാര്യമില്ല. ഈ ഫോട്ടോയിൽ പൂവിട്ട് വിളക്ക് കത്തിച്ചാൽ മതി അല്ലേ. നല്ലൊരു ഫോട്ടോ അല്ലേ ഈ അമ്മ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ഒരു സിനിമയിൽ. എനിക്ക് പിന്നെ നമ്മളെ മലയാളീസിനെ പോലെയല്ല, തമിഴ്നാട്ടിലൊക്കെ നമുക്ക് ഒരു ഭയങ്കര ഒരു സ്വീകരണമാണ് അവർ നമുക്ക് തരുന്നത്. അവിടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് കേട്ടില്ലേ. നമ്മളെ നാട്ടിലൊന്നും നമുക്ക് നമ്മളെ എന്താ പറയുക, എന്താ ഇപ്പോൾ വലിയൊരു അഭിനേത്രി, വേറെ ആരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു പുച്ഛിക്കലാണ് നമ്മളെ നാട്ടിലും ഒക്കെ എങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഒന്ന് പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവർ തരുന്ന ആ ഒരു സ്നേഹം, ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ കുറേ അമ്മമാരുണ്ടായിരുന്നു. അവർ പോരുന്നത് വരെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല, അത്രയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ അവിടെ സൂക്ഷിച്ച് വെച്ചതാണ്. എന്തെങ്കിലും ഞാൻ ഇല്ലാതാവുമ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ തന്നെ ഇവിടെ വിളക്ക് തെളിയിച്ച് കാണാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇതാണ്. നിങ്ങൾക്ക് ഈ പുഷ്പേനയാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഏതാണ്? ഇത് മരിച്ചു പോയ ഒരു അമ്മയാണ്. അപ്പം ഇതല്ലേ ഫർദറായിട്ട് ഇനി തമിഴിൽ ഒരു മൂവിയും കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതിന് പോകണം. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയത്. നിങ്ങളുടെ കൂടെ തന്നെ വേണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ബൈ ബൈ.